നമുക്ക് ഇന്നൊന്ന് വടകര പോവാനുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കേണ്ട നമ്മൾ കറങ്ങാൻ പോവുകയാണ്. കറങ്ങാൻ പോകുകയല്ല. സന്ദീപേട്ടൻ്റെ ക്ഷേമനിധീൻ്റെ കുറച്ച് പെൻഡിങ് ആയതുണ്ടായിരുന്നു, മുടങ്ങിപ്പോയിണ്ടായിരുന്നു. അപ്പോൾ അവിടെ വടകര ഇതിനുള്ളൊരു അവസരം വന്നിട്ടുണ്ട്. ക്ഷേമനിധി കൂട്ടിച്ചേർക്കാനും ഒരു 10 വർഷമൊക്കെ അടയ്ക്കാനുള്ളവർക്കൊക്കെ അടയ്ക്കാനുള്ളൊരു സമയമാണ് ഇന്ന്. അപ്പോൾ അതിന് വേണ്ടി പോയതാണ്. പോയപ്പോഴാണ് ഇവിടെ നല്ല തിരക്കാണ്. 164 നമുക്ക് ടോക്കൺ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ തിരക്കിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് അവിടെ നിന്നൊക്കെ പോയി കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയാണ്. അപ്പോഴാണ് കുറേ ഫോട്ടോസ്റ്റാറ്റൊക്കെ എടുക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ അപ്പുറത്ത് തന്നെ പോയിട്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഫോട്ടോസ്റ്റാറ്റൊക്കെ എടുക്കാനുള്ള സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇവിടുന്ന് നമ്മൾ അതൊക്കെ എടുക്കുകയാണ്. അപ്പോൾ സന്ദീപേട്ടൻ അകത്ത് പോയപ്പോൾ ഞാനിതാ ഇതിലൂടെ എനിക്ക് മുഷിഞ്ഞിച്ച് ഞാൻ നാഗവല്ലീനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയാണ് കേട്ടോ. കുറേ നേരം അവിടെ നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് കഴിഞ്ഞപ്പോൾ ഫുഡ് കഴിക്കാനുള്ള നേരമായി. ഇതവിടെയുള്ള കോടതിയാണ് വടകരയുള്ള. ആദ്യമായിട്ടാണ് ഞാൻ ഇവിടുത്തെ കോടതിയൊക്കെ കാണുന്നത്. അപ്പോൾ ഇവിടെ ഒരു രുചി എന്ന് പറഞ്ഞ ഹോട്ടലിൽ വെച്ചിട്ട് നല്ല സാമ്പാറായിരുന്നു കേട്ടോ ഇവിടുത്തത്. അപ്പോൾ നല്ല ഫുഡ് കഴിച്ചു. ഇതിന് എന്താ പറയുക, പായസമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സന്ദീപേട്ടൻ ഒരു കാക്കി വാങ്ങാൻ കയറി. അവിടുന്ന് ഒരു കാക്കിയും കൂടി വാങ്ങി. അപ്പം ഇനിയും വൈകും എന്നുള്ളതിനെ കൊണ്ട് എന്നോട് പറഞ്ഞു, നീ ഒറ്റയ്ക്ക് പോയിക്കോ എന്ന് പറഞ്ഞ് എന്നെ ബസ്സിലൊക്കെ കയറ്റി തന്ന് സന്ദീപേട്ടൻ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാനിതാ ബസ്സിൽ കുട്ടാളുടേക്ക് വരികയാണ്. ഓക്കെ, ടാറ്റ, ബൈ ബൈ, സീ യു.